ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ മുഹമ്മദ് താഹിർ അൻവർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ നിർണായക ചുമതലകളും ഇയാൾ വഹിച്ചിരുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വളരെ നിർണായകമായ ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. മസൂദ് അസറിന്റെ സഹോദരൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. എവിടെ നിന്നാണ് വിശദമായി തന്നെ പറയാൻ വിവരം? രാഖി, ഈ മുഹമ്മദ് താഹിർ അൻവർ എന്ന് പറയുന്ന ജെയ്ഷെ മുഹമ്മദ് തലവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി ജെയ്ഷെ മുഹമ്മദ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ എങ്ങനെയാണ് മരണത്തിൽ കലാശിച്ചത്? അപകട മരണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ്നാഥൻ്റെ ആക്രമണമാണോ എന്ന് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ലഭ്യമായിട്ടില്ല. പക്ഷേ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്തരം വിവരം മാത്രമാണ് പുറത്തുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാന വിഷയമെന്ന് പറയുന്നത് നിരവധിയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന പല ആസൂത്രണങ്ങളിലും ഭാഗമായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് താഹിർ അൻവർ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ 5 സഹോദരങ്ങളിൽ ഒരാളാണ്. മാത്രമല്ല, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലഘട്ടത്തിൽ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഈ ഇവരുടെ ഒളിയിടങ്ങളിലെല്ലാം തന്നെ. ഇവർ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇവർ കൈയടക്കി വെച്ചിരുന്ന ഇവരുടെ ഭീകര താവളങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടന്നപ്പോൾ നിരവധി പേർ, 10ഓളം പേർ കൊല്ലപ്പെട്ടുവെന്ന് മസൂദ് അസർ പറയുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതും വരുന്ന തിങ്കളാഴ്ച അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നടക്കുമെന്നതുമല്ലാതെ മറ്റൊരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ പല സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഒരു സൈനിക ഓപ്പറേഷൻ നടന്നതാണ് എന്ന സൂചനകൾ പോലും പുറത്തു വരുന്നുണ്ട്. ദുരൂഹ സാഹചര്യത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് പുറത്തു വരുന്ന ഏക വാർത്തകൾ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഭാരതത്തിലെ പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരൻ, നമുക്കറിയാവുന്നതാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ എന്ന നിലയിൽ മസൂദ് അസറിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വലങ്കയായി പ്രവർത്തിച്ച ഒരു ചരിത്രം കൂടി ഇദ്ദേഹത്തിനുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഹമ്മദ് താഹിർ അൻവറിൻ്റെ മരണം ഏറെ ഗൗരവമർഹിക്കുന്നൊരു മരണം, അല്ലെങ്കിൽ ഒരു പ്രാധാന്യത്തോടെ ഭാരതം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ മരണപ്പെട്ടിരിക്കുന്നു, ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു എന്ന വിവരം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഖി, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഐസൻ പങ്കുവച്ചത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ മുഹമ്മദ് താഹിർ അൻവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ദുരൂഹ സാഹചര്യത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത ഉള്ളത്. എന്തായാലും ജെയ്ഷെ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് മറ്റൊരു വസ്തുത തന്നെയാണ്.